ഞങ്ങളുടെ സൈക്കിൾ ഗ്രൂപ്പുകൾ ഒത്തുചേരുന്നതും വിശ്രമിക്കുന്നതും തിരൂരിലെ കുന്നിലക്കടവ് പാലത്തിലാണ്. ഈ പാലത്തിൽ നിന്നാൽ തിരൂർ പുഴ ഒഴുകുന്നതിൻ്റെ കാഴ്ച കാണാം. ഇരുകരകളുടെ ഭംഗിയെ മാറ്റി നിർത്തിയാൽ ഒരു വലിയ തോടിൻ്റെ കാഴ്ചയാണ് പുഴയ്ക്ക്. ഇവിടെ എന്നാൽ പുഴയുടെ രൂപം മാറുന്നു. മറുകരയിൽ തെങ്ങിൻ തോപ്പുകൾ, അവിടെ കാണുന്നത് കൂട്ടായി കരയാണ്. ഇത് കുന്നിലക്കടവിന് കണ്ട പുഴയാണ്. വിശ്വസിക്കാൻ പ്രയാസം, വീതി കൂടി വിശാലമായി സുന്ദരമായിരിക്കുന്നു. എന്തുകൊണ്ട് പുഴയ്ക്ക് ഈ മാറ്റം വന്നു എന്ന് അന്വേഷിക്കാം. ഇന്നത്തെ സൈക്കിൾ യാത്രയുടെ ഉദ്ദേശം അതാക്കിയാലോ? ഞങ്ങൾക്ക് ഈ ജലപ്പരപ്പിലൂടെ മറുകര കണ്ടുവരണമെന്ന് മോഹം തോന്നി. അപ്പോഴാണ് ഇവിടെ അടുത്തുള്ള കുപ്പിത്തോണിയെ പറ്റി അറിയുന്നത്. നൂറുകണക്കിന് പ്ലാസ്റ്റിക് കുപ്പികൾ ചേർത്ത് കെട്ടി ചങ്ങാടമാക്കിയിട്ടുണ്ട്. ഇവിടെ നിർമ്മാതാവ് ശരത്ത എന്ന വിദ്യാർത്ഥിയാണ്. ചങ്ങാടത്തിൽ 4 പേർക്ക് യാത്ര ചെയ്യാമെന്ന് പറയുന്നു. ജലപ്പരപ്പിലൂടെ യാത്ര ചെയ്യാനുള്ള ആഗ്രഹം മനസ്സിലാക്കിയ സത്യൻ എന്ന വ്യക്തി കുപ്പിത്തോണി എന്ന അത്ഭുത തോണിയിൽ കൊണ്ടുപോകാൻ തയ്യാറായി. ഞങ്ങൾ കുപ്പിത്തോണിയിലേക്ക് കയറുകയാണ്. കാല് നീട്ടി വെച്ചാൽ പുറത്തു പോകും. ഞങ്ങൾ ചെരുപ്പുകൾ കരയിലേക്ക് വലിച്ചെറിഞ്ഞു. സദ്യ ഉണ്ണാനിരിക്കുന്നത് പോലെ ഇരുന്നു. പ്ലാസ്റ്റിക് കുപ്പികൾ മുറുമുറുക്കുന്നു. താഴോട്ട് താണു പോകുമോ? ചുറ്റുഭാഗവും നോക്കുമ്പോൾ ഭയമാകുന്നു. ശരത്തിന് കുപ്പിത്തോണി ഉണ്ടാക്കാനുള്ള ഐഡിയ എങ്ങനെ കിട്ടി എന്ന് ഞങ്ങൾ ചോദിച്ചു. ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിക്കെട്ടി വയറിനടിയിൽ വെച്ച് നീന്തും. അതിൽ നിന്ന് ഐഡിയ കിട്ടിയത്. പിന്നീട് പ്ലാസ്റ്റിക് കുപ്പികൾ സംഭരിച്ച് വെള്ളം കടക്കാതിരിക്കാൻ അടച്ചു. അല്പം ഇരുമ്പ് ജോലികൾ ചെയ്ത് ആകൃതി വരുത്തി. അത് കൂട്ടിക്കെട്ടി ഒരു വലിയ ബെന്നിന്റെ ആകൃതിയാക്കി. വെള്ളത്തിൽ നിന്നും 1.5 അടി പൊക്കത്തിലാണ്. ചുറ്റുഭാഗവും സമൃദ്ധമായ വെള്ളം. കരകൾ പുഴയുടെ അകലെ. ഒരു പടുകൂറ്റൻ ചിറയാണ്. കരകൾ കണ്ണെത്തും ദൂരത്തായി. പുറപ്പെട്ട കര തന്നെ അകലെ ആയി കഴിഞ്ഞു. 10 അടിയിൽ കൂടുതൽ ആഴമുണ്ട്. വീണാൽ രക്ഷപ്പെടാൻ കഴിയുമോ? ദാഹിക്കാതെ വെള്ളം കുടിക്കേണ്ടി വരുമോ? മറുകര എത്താൻ കഴിയാതിരിക്കുമോ എന്ന അശുഭ ചിന്തകൾ നീണ്ടു. ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. തോണിക്കാരൻ സത്യൻ ആയതുകൊണ്ട് ഞങ്ങൾ കരയ്ക്കെത്തും. ഈ ആൾക്ക് സ്വന്തമായി തോണി ഉണ്ടായിരുന്നു. പുഴ നല്ല പരിചയമാണ്. കൂട്ടായി കരയിൽ നിന്ന് ആരോ അപകടത്തെ പറ്റി വിളിച്ചു പറയുന്നുണ്ട്. കരയിലെ തെങ്ങുകൾ വെള്ളത്തിലേക്ക് ചാഞ്ഞാണ് നിൽക്കുന്നത്. തേങ്ങകൾ ചില ബർപ്പിലൂടെ ഒലിച്ചു വരും. അത് ശേഖരിക്കാൻ കുപ്പിത്തോണി പറ്റും. കുപ്പികൾ എവിടെയെങ്കിലും കൂട്ടിയിട്ട് മാലിന്യം ഉണ്ടാക്കുന്നതും കുറയ്ക്കാം. തോണി ജലപ്പരപ്പിലൂടെ മുന്നോട്ട് പോകുന്നു. കുന്നിലക്കടവിലെ പുഴയുടെ കെട്ടും മട്ടും ഇവിടെ മാറിയിട്ടുണ്ട്.
കൂട്ടായിക്കര ഭാഗത്ത് അതൊരു ജലാശയമാണ്, ഒരു റിസർവയറാണ്. അതിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. അങ്ങനെയാവാൻ കാരണമുണ്ട്. പുഴയെ കൂട്ടായി പാലം തടാകത്തിരുന്ന് ഇവിടെ നിന്ന് 7 കിലോമീറ്റർ പോയാൽ കടലാണ്. പാലത്തിലെ ഷട്ടറുകൾ വേലിയേറ്റത്തിൽ കടലിലെ ഉപ്പുവെള്ളം കയറാതിരിക്കാൻ സംരക്ഷിക്കുന്നത്. വഴിയിൽ തടസ്സം സൃഷ്ടിച്ചതിനാൽ പുഴ ശോഭിച്ചിരിക്കുന്നു. അതിനാൽ പുഴ സുന്ദരിയായി ചുറ്റുപാടും നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാം. കൂട്ടായിക്കരയാണ് പടിഞ്ഞാറെ കാണുന്നത്. തണുത്ത കാറ്റ് ചൂളമടിക്കുന്നുണ്ട്. തോണി ചാഞ്ഞും ചരിഞ്ഞുമാണ് യാത്ര. ഇളകാതെ ഇരിക്കണം. സൈഡില്ലാത്തതാണ് ഭയത്തിന് കാരണം. എവിടെയും പിടിച്ചിരിക്കാനില്ല. വടക്ക് ഭാഗത്ത് കാണുന്നത് ഒരു തുരുത്താണ്. തുരുത്തുകൾ രൂപം കൊള്ളുന്നത് എങ്ങനെ? മഴക്കാലത്ത് പുഴ കൊണ്ടുവന്ന് ചളിയും മണ്ണും ഒരു സ്ഥലത്ത് അടിയും. ഇത് ആവർത്തിക്കുമ്പോൾ കരയാകും. അവിടെ ചെടികളും വൃക്ഷങ്ങളും വള്ളികളും വർഷങ്ങൾ കൊണ്ട് വളരും. കിഴക്കേ തുരത്താണ്, തെക്കു ഭാഗമാണ് പാലം. എല്ലാ കരകളുടെ അടുത്ത് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പോകുന്നില്ല. ഞങ്ങളിപ്പോൾ തോണിയെ പറ്റിയുള്ള വേവലാതികൾ വിട്ടു. കരയ്ക്ക് ചെന്നാണ് യാത്ര. അതുകൊണ്ട് കാഴ്ചകൾ ധാരാളമാണ്. കരയിൽ ചില വീടുകൾ, പുഴ അതിർത്തിയിലെ പച്ച കാടുകൾ, അകല കാഴ്ചകൾ മനോഹരം. നല്ല കായ് ഫലമുള്ള തെങ്ങിൻ തോപ്പുകൾ, മണ്ണ് ചോർന്നു പോകാതിരിക്കാൻ നിർമ്മിച്ച മതിലുകൾ. തെങ്ങുകൾ പലതും പുഴയിലേക്ക് ചാഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ കുപ്പിത്തോണി കരയിലേക്ക് അടുത്തു. ഒരു കാര്യം ബോധ്യമായി. കുപ്പിത്തോണി യാത്ര ഒന്നും പേടിക്കാനില്ല. ഈ തോണി വീണ്ടും പരിഷ്കരിക്കാൻ പോകുകയാണ്. നോക്കൂ, കൂട്ടായിക്കര, തുരുത്തുമ്മൽ അക്കരെ, വെട്ടം ഭാഗം, പുഴ, തോണി, തോണിക്കാരൻ എല്ലാറ്റിനോടും വിട പറയുന്നു. വീണ്ടും കാണാം. നന്ദി.